ഉൾക്കൊള്ളുന്നു. റഹീം ഒരു പക്ഷേ നിരപരാധിയായേക്കാം. 18 വർഷത്തോളം കടന്ന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ കൈകളിൽ തിരിച്ചെത്തട്ടെ. ഇവിടെ അവനെ നിരപരാധിയാക്കാൻ ശ്രമിക്കുകയും അതേപോലും സ്വന്തം പ്രാണരക്ഷാർത്ഥം ഒരു യമനിക്ക് മയക്കുമരുന്ന് കുറച്ച് കൂടുതൽ ഡോസിൽ നൽകി തന്റെ പാസ്പോർട്ട് കരസ്ഥമാക്കാൻ ശ്രമിച്ച നിമിഷപ്രിയ അനുഭവിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ ചേതോവികാരമാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഞമ്മന്റെ ആള് ചെയ്താൽ അത് പരിശുദ്ധമായ കൊലപാതകവും, വേറെ ആരെങ്കിലും ചെയ്താൽ അത് നിന്ദിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന ക്രൂരകൃത്യവും കുറ്റകൃത്യവും ആകുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം. ക്രൈം ആര് ചെയ്താലും ക്രൈം തന്നെയാണ്. അത് ഞാൻ ചെയ്താലും വേറൊരു വ്യക്തി ചെയ്താലും അതിനെ അങ്ങനെ തന്നെ കാണണം. റഹീം ഇതിനോടകം തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിയും. അതുകൊണ്ട് അയാൾ രക്ഷപ്പെടട്ടെ. പക്ഷേ നമ്മുടെ നുസ്രത് ജഹാൻ വളരെ കൃത്യമായ രൂപത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു.